എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ചിക്കൻ കൊണ്ടാട്ടം. കണ്ടില്ലേ, ചിക്കൻ ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചേക്കാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരു മുട്ട, ഇത് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ജീരകവും കൂടെ അരച്ച് വെച്ചിരിക്കുകയാണ്, അതും ആവശ്യമുണ്ട്. പിന്നെ ഗരം മസാല, ഇതിനകത്ത് ഈ ഇഞ്ചി ജീരകം വെളുത്തുള്ളി, അതിനകത്ത് ഞാൻ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അത് ഇത്രയും. പിന്നെ കുറച്ച് കറിവേപ്പില വറുത്ത് വെച്ചേക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ വേണ്ടുന്നത് ജീരകം, ചെറിയ ജീരകം, മുളക് ചതച്ചത്, ഒരു പച്ചമുളക്. ഇതിനകത്ത് ഒരു പച്ചമുളകുണ്ട്, ഇത് പച്ചമുളക് വറുക്കുമ്പോൾ നമുക്ക് ഇട്ടാൽ മാത്രം മതി. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇതിനകത്ത് വെളുത്തുള്ളി അരച്ചിട്ടുണ്ട്, എന്നാലും കുറച്ച് മുഴുവൻ വെളുത്തുള്ളി. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് തൈര്. ഇത്രയും സാധനമാണ് വേണ്ടത്. നമുക്കിത് ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യമേ മുളക് പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ചെറിയ ജീരകം, ഗരം മസാല എല്ലാം കൂടെ പൊടിച്ചതാണ് കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പെരിഞ്ജീരകം ചതച്ചത്, അല്ലാതെ ഒരു പച്ചമുളക് അരിഞ്ഞത്, വെളുത്തുള്ളി, ഒരു മുട്ട, ഒരു സ്പൂൺ തൈര്. ഉണ്ട്, ഇത്രയും തൈര്. നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇതിനകത്ത് വേറെ ഒന്നും, തൈര് മാത്രമേ ചേർക്കുന്നുള്ളൂ, നാരങ്ങ നീര് ഒന്നും ആവശ്യമില്ല. നല്ലോണം മിക്സ് ചെയ്യണം. വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ ഒന്നും കൂടി പറയാം. മുളക് പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ, ഇഞ്ചി, പച്ചമുളക്, പെരിഞ്ജീരകം, ഒരു ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ടോ, കുഴപ്പമില്ല, ചതച്ച് അതിൻ്റെ കൂടെ അരച്ച് ചതച്ചത്, ഒരു മുട്ട. പിന്നെ മുളക്, ഈ ചതച്ച് വെച്ചേക്കുന്ന മുളകും കറിവേപ്പില ലാസ്റ്റ് ഇട്ടാൽ മതി, ഇപ്പോൾ ഇടണ്ട. അപ്പോൾ നല്ലപോലെ ഇതെല്ലാം ചേർത്ത് ഉപ്പും ഇട്ട് 1 സ്പൂൺ തൈരും ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം. കണ്ടില്ലേ, ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇത് അപ്പോഴും തന്നെ ആക്കിയെടുക്കാം കേട്ടോ, അരമണിക്കൂർ ഇരിക്കൊന്നും വേണ്ട. നല്ലൊരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ നമ്മൾ അരപ്പൊക്കെ വെട്ടിച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് നമ്മുടെ കോൺഫ്ലവർ ഇതിനകത്ത് ചേർക്കാം. അതും ഇതിൻ്റെ കൂടെ നല്ലോണം മിക്സ് ചെയ്യണം. ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ. മുട്ടയൊക്കെ ചേർത്ത് അതിന് ശേഷം മാത്രമേ ഈ
കോൺഫ്ലവർ ചേർക്കാവൂ കേട്ടോ, അല്ലെ വെള്ളം കൂടിപ്പോവും. ഇനി നമുക്ക് നമ്മൾ കറിവേപ്പില ശകലം അരച്ച് ചേർത്തിട്ടുണ്ട്. ഇപ്പം കറിവേപ്പില ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. വറുത്ത് കോരി കറിവേപ്പില വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാ അരപ്പും പുരട്ടി കോൺഫ്ലവറും ഒക്കെ ഇട്ട് കുറച്ച് മുഴുവൻ വെളുത്തുള്ളി എല്ലാം ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എണ്ണ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി നല്ല ആയി വരുമ്പോൾ ഇതിൽ ഓരോ പീസും എടുത്ത് ഇതിനകത്തിട്ട് വറുത്ത് കോരിയെടുത്താൽ മാത്രം മതി. നല്ല ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡിയാവും നിമിഷ നേരം കൊണ്ട്. കഴിക്കാനും നല്ല രുചിയാണ്. ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ സൈഡ് വെച്ച് നമുക്ക് കഴിക്കാം. ഉണ്ടല്ലേ, എല്ലാവരും ഇത് ഉണ്ടാക്കണം. കുറച്ച് വെളുത്തുള്ളി മുഴുവൻ ഇടണം കേട്ടോ, അന്നേരം ഇതിൻ്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റ്. അതിനെ തന്നെ ചെറിയ ജീരകവും ഇടണം. ചെറിയ ജീരകം ഇടുമ്പോഴാണ് ഇതിന് പ്രത്യേക ഒരു രുചി വരുന്നത്. വെളുത്തുള്ളി ഇതിനൊക്കെ മുഴുവൻ വെളുത്തുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിടക്കണം. എളുപ്പം നമുക്ക് ആക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും ഒരു കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളകും ചതച്ച് മാറ്റി വയ്ക്കണം. അത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഗരം മസാല, മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടെ ഒരു സ്പൂൺ തൈരും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു മുട്ട ചേർക്കണം. ഒരു മുട്ടയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ചേർക്കണം. അതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ കോൺഫ്ലവർ ചേർക്കാവൂ, അല്ലെങ്കിൽ വെള്ളം പോലെ ആയിപ്പോവും. ഇത് നല്ല ഇപ്പം തന്നെ എളുപ്പം മൂത്ത് വരും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ഉണ്ടായിരുന്നു. വലിയ പാടൊന്നും ഇല്ല കേട്ടോ ചിക്കൻ വറുത്ത് വരാനൊന്നും. കണ്ടില്ലേ, ഈ വെളുത്തുള്ളിയൊക്കെ കടിച്ച് എൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു രുചിയാണ്. ഉപ്പ് നമ്മുടെ പരുവത്തിനിട്ടു. ഗരം മസാലയ്ക്കകത്ത് കുരുമുളകൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് കുരുമുളക് ഒന്നും ചേർക്കാൻ. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഇണക്കി എല്ലാം വറുത്ത് കോരാം. വറുത്ത് കോരിയിട്ട് കാണിക്കാം. നമ്മളങ്ങനെ രണ്ടാമതും ചിക്കൻ ഇട്ട് വറുത്ത് കോരാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ പ്രത്യേകം വെച്ചാൽ വെളുത്തുള്ളി അരയ്ക്കുകയും ചെയ്യും. വെളുത്തുള്ളി അല്ലാതെ ഇത് കണക്ക് കണ്ടില്ലേ ഇതേ കണക്ക് മുഴുവനെ ഇടുകയും ചെയ്യും. അത് കുറച്ച് വെളുത്തുള്ളി അങ്ങനെ ഇടണം. അപ്പോൾ ഈ ഇറച്ചി കഴിക്കാൻ നേരത്ത് അതുമായിട്ട് കഴിക്കുമ്പോൾ പ്രത്യേകം. പിന്നെ അതേപോലെ തന്നെ പെരുംജീരകമല്ലേ നമ്മൾ സാധാരണ ഇടുന്നത്, ഇതിനകത്ത് ചെറിയ ജീരകവും കൂടെ ഇടും. അങ്ങനെ ഇട്ട് നോക്കണം. ചെറിയ ജീരകവും വെളുത്തുള്ളി ഇതേപോലെ ഇട്ട് നോക്കണം. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് വ്യത്യാസം കിട്ടും. നമുക്ക് കഴിക്കാം, നല്ല വെറൈറ്റി ടേസ്റ്റ് കിട്ടും. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇങ്ങനെ എല്ലാവരും ചിക്കൻ സാധാരണ കണക്കല്ലേ വറുത്ത് പോരുന്നത്, ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. സ്റ്റാർ ഹോട്ടലിലൊക്കെ ഇങ്ങനത്തെ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനകത്ത് എന്തൊക്കെയാണ് ചേർത്ത്, നിസ്സാരമായ കാര്യങ്ങൾ ചേർത്ത് അവരുണ്ടാക്കുന്നു.
അപ്പോൾ അതങ്ങനെ നല്ലോണം മൂക്കട്ടെ, അത് ഒരു കാണിക്കാം. നമ്മളെ ലാസ്റ്റ് ചിക്കന് അതും കൂടെ വറുത്ത് കോരി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ വറുത്ത് മാറ്റിയത്. പിന്നെ ഇനി ഇച്ചിരി പണിയും കൂടെ ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ഇതിപ്പം വറുത്തെല്ലാം നല്ലോണം വറുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒഴിച്ച എണ്ണ അധികമൊന്നും ആവത്തില്ല കേട്ടോ. ഈ ഒഴിച്ച എണ്ണ കിടക്കുന്നുണ്ടോ, അധികം എണ്ണയും ആവത്തില്ല, കുറച്ച് എണ്ണ മാത്രം മതി കേട്ടോ. എല്ലാവരും പറയും ചിക്കനൊക്കെ വറുത്ത് കോരി കഴിച്ചാൽ കൊളസ്ട്രോൾ അത് നമ്മൾ ആ എണ്ണ മൊത്തം ഇതിനകത്തുനിന്ന് മാറും. ഒരു പൊടി പോലും എണ്ണ ഇതിനകത്ത് തങ്ങി നിൽക്കത്തില്ല. ഒഴിച്ചെണ്ണ അതേ കണക്ക് തന്നെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഇതും കൂടെ പോരാ. ഈ പാട്ടൊക്കെ കേട്ട് നമുക്ക് കോരിയെടുക്കാം. ഇപ്പം ദണ്ടെ നമ്മൾ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ എണ്ണ നമുക്ക് മാറ്റണം. ഈ എണ്ണ നമുക്ക് മാറ്റിയിട്ട് കുറച്ച് ഒരു ശകല എണ്ണ മാത്രം എടുക്കണം. കണ്ടില്ലേ, ആ വറുത്ത എണ്ണയിൽ നിന്ന് ഒരു സ്പൂൺ എണ്ണ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഒരേ ഒരു സ്പൂൺ എണ്ണ. അതിനകത്തിന് നമ്മൾ ഇടേണ്ടത് മുളക്, ചതച്ച മുളകില്ലേ, ചതച്ച മുളക് കണ്ടില്ലേ, ഈ ചതച്ച മുളകിടണം. കുറച്ച് വറുത്ത് വെച്ച് കറിവേപ്പില ഇടണം. ഈ ചിക്കൻ അതിലോട്ടിടണം. ഇത്രയേ ഉള്ളൂ. മിക്സ് ചെയ്യുക. അടിപൊളിയാണ് കഴിക്കാൻ. എരിയൊന്നും അധികമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ മുളക് പൊടി ഒരു സ്പൂണല്ലേ ഇട്ടുള്ളൂ, അത് കാശ്മീരി മുളക് പൊടി ഇട്ടേക്കുന്നത്. പിന്നെ ഈ ചതച്ച മുളക് ഇച്ചിരി ഇടണം, അന്നേരം ഇതിൻ്റെ ഈ രുചി അറിയാൻ പറ്റുന്നത്. വെളുത്തുള്ളി ചതച്ചതുമുണ്ട്, വെളുത്തുള്ളി അല്ലാതെ മുഴുവനും ഇട്ടിട്ടുമുണ്ട്. എന്നിട്ട് കറിവേപ്പില വറുത്ത് കോരിയത് വേണം ഇടാൻ. പച്ചക്കറിവേപ്പില ഇടരുത്, വറുത്ത് കോരി നേരത്തെ വെച്ചേക്കണം, അത് മാത്രമേ ഇടാവൂ. കണ്ടില്ലേ, നമ്മളെ ചിക്കൻ റെഡി ആയില്ലേ. നല്ല ടേസ്റ്റോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇനി നമ്മൾ കുറച്ച് വറുത്ത് വെച്ച് വേപ്പില ഇടണം, കറിവേപ്പില. കണ്ടില്ലേ, വറുത്ത് വെച്ചേക്കണം കേട്ടോ കറിവേപ്പില, അല്ലാതെ പച്ചയ്ക്ക് ഇടരുത്, ടേസ്റ്റില്ല. ഇത് കഴിക്കാനും ഈ വേപ്പില കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതിൻ്റെ മുകളിൽ ചതച്ച മുളക് ഒരു ശകലവും കൂടെ എൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വിതറണം. ഇത്രയേ ഉള്ളൂ ചിക്കൻ കൊണ്ടാട്ടം. കണ്ടില്ലേ, ഇത് ടേസ്റ്റ് എളുപ്പം ഉണ്ടാക്കിയില്ലേ, എല്ലാവർക്കും ഇഷ്ടം. ഇപ്പം എൻ്റെ മേമമാർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവർ പറയും, ബിന്ദു എനിക്കിത് കഴിക്കാൻ കൊതി തോന്നുന്നു, നിങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ച് തീർക്കുകയാണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. ഇത് കുറച്ചേ ഉള്ളൂ, അത് കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നത് കേട്ടോ, കുറച്ചുള്ളൂ. പിന്നെ അതിൻ്റെ സൈഡായിട്ടുള്ളത് ഒക്കെ തക്കാളി, സവാള, ക്യാപ്സിക്കം, വെള്ളരി,
അല്ല കുക്കുംബർ, വെള്ളരിന്ന് നമ്മൾ പറയും വെള്ളരിന്ന്, കുക്കുംബർ. ഇത്രയും സാധനങ്ങൾ സൈഡായിട്ട്. ഇനി ഇതിങ്ങനെ കഴിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട, ചോറും ഒന്നും കഴിക്കണ്ട. ഇത് രണ്ടും കൂടെ അങ്ങ് കഴിച്ചാൽ മാത്രം മതി. നല്ല ടേസ്റ്റാണ്. നിങ്ങളും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും അതുവരെയും നമസ്കാരം.